ഉണ്ടായാൽ അയാൾ കൃത്യമായി മുനാഫിഖ് തന്നെ. 4 എണ്ണവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ തന്നെയും അവനിൽ നിഫാഖുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ 4 കാര്യങ്ങളും എണ്ണുന്നുണ്ട് അല്ലാഹുവിൻ്റെ റസൂല്. ഇദാ തുമിന ഖാന, അവൻ വിശ്വസിച്ചാൽ വഞ്ചിക്കും. വഇദാ ഹദ്ദസ കദബ, സംസാരിച്ചോ കള്ളം പറയും. വഇദാ ആഹദ ഗദറ, വാഗ്ദത്തം കരാർ ചെയ്തോ അവൻ വഞ്ചന നടത്തും. വഇദാ ഖാസമ ഫജറ, പിണങ്ങിയോ തമ്മിൽ തെറ്റിയോ അവൻ തെറി പറയും. ഈ 4 എണ്ണം പറഞ്ഞിട്ട് എൻ്റെ പേരിൽ മൂപ്പരാക്ഷേപിക്കുകയാണ് ഓരോന്നും. അതേ അവസരത്തിൽ ആ മുനാഫിഖിന്റെ എല്ലാ ലക്ഷണങ്ങളും ആർക്കാണ് ചേരുക എന്ന് അയാൾ തന്നെ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അതിലൂടെ ഈ ഹദീസ് കൂടി എൻ്റെ സഹോദരന്മാര് പഠിച്ചു വെക്കണം. നിഫാഖ് എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ പാപമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. മാത്രമല്ല, വിശ്വാസരംഗത്തും നിഫാഖുണ്ട്, കർമ്മരംഗത്തും നിഫാഖുണ്ട്. വിശ്വാസരംഗത്തുള്ള ഇഅ്തിഖാദിയായ നിഫാഖ് വളരെ ഗുരുതരമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നിശ്ചയമായും മുനാഫിഖീങ്ങൾ, കാപട്യം കൊണ്ട് നടക്കുന്ന കക്ഷികൾ, അവർ നരകത്തിന്റെ അടിയിലെ തട്ടിലാണ്. അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് നിഫാഖ് നമുക്ക് പാടില്ല. അത്രയും രൂക്ഷമായി നമ്മൾ കൃത്യമായി അല്ലാഹുവിൻ്റെ റസൂലിനാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ദുർഗുണം എന്ന് ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്ന നബിയെ സംബന്ധിച്ചിടത്തോളം ആരോപിച്ചുകൊണ്ട് പറയാൻ വേണ്ടി മൂപ്പര് പലതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലക്ഷണമുണ്ടല്ലോ, മുനാഫിഖിന്റെ അപ്പറഞ്ഞ 4 ലക്ഷണവും ആർക്കാണ് ചേരുക എന്നും എന്തൊക്കെയാണ് മുനാഫിഖിന്റെ ലക്ഷണമെന്നും മൂപ്പരുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുന്നു, ശ്രദ്ധിച്ചോളൂ. മുനാഫിഖിന്റെ ലക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. 4 ലക്ഷണം ഉണ്ടെങ്കിൽ എ ക്ലാസ് മുനാഫിഖാണ്. വമൻ കാനത് ഫീഹി ഖസ്ലത്തും മിൻഹുന്ന കാനത് ഫീഹി ഖസ്ലത്തും മിനൻ നിഫാഖ്. ഒരു കാര്യമുണ്ടെങ്കിൽ നിഫാഖിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് ഒരു കാര്യമുള്ളവൻ ഹത്താ യദഅഹാ, അവൻ അത് കൈയൊഴിക്കുന്നത് വരെ. ഒന്നാമത്തെ കാര്യം ഇദൈതു മിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നതാണ്. കേട്ടോ, ഒന്നാമത്തെ ലക്ഷണം എന്താണ്? വിശ്വസിച്ചാൽ വഞ്ചിക്കുക. വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഒരാളെ വിശ്വസിച്ചിട്ട് ആ പറഞ്ഞ ആൾക്കാരെ ആ പറഞ്ഞ കേൾപ്പിച്ച കാര്യം ചെയ്യാതെ അവരെ വഞ്ചന നടത്തുക. ഇങ്ങനെ വഞ്ചന നടത്തിയത് ആരാണ് സുഹൃത്തുക്കളെ? ആരാണ് ഇങ്ങനെ വഞ്ചന നടത്തിയത് എന്ന് ഞാൻ അയാളുടെ വാക്കിൽ നിന്ന് തന്നെ കൽപ്പിക്കാം. അയാൾ ആദ്യം പറഞ്ഞു, എന്ത് ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഒരു വിഷയവും ഞാൻ വിടാതെ മറുപടി പറയും. ഒരു വിഷയവും ഞാൻ വിടാൻ വിചാരിച്ചിട്ടില്ല. അതിനുശേഷം പറയുന്നത് എന്താ? എല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയും, ഒന്നും വിട്ടുപോകൂല എന്നാണ് ശേഷം പറയുന്നത്. അപ്പൊ അക്കാര്യം മൂപ്പര് ആളുകളോട് ആദ്യം വാക്ക് കൊടുക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക, വിശ്വസിപ്പിക്കുകയാണ് ആളുകളെ. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളൊന്നും വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതരുത്. കേട്ടോ, അപ്പൊ അയാളൊക്കെ വിശ്വസിച്ചു. ജനങ്ങള്, ആ കേൾക്കുന്ന ആളുകളൊക്കെ വിശ്വസിച്ചു. നമ്മളെ പറ്റിക്കൂല, എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയും, പറയാതെ പോകൂല എന്നാ വിചാരിച്ചത്. ആ വിശ്വസിച്ച കൗമിനെ ഇയാൾ വഞ്ചിക്കല്ലേ? നമ്മൾ ഇയാളോട് ചോദിച്ചിരുന്നു, എന്ത്? നമ്മൾ ഇയാളോട് കൃത്യമായി ചോദിച്ചിരുന്നു. എന്താ ചോദിച്ചത്? ഒന്ന്, അല്ലാഹുവിൻ്റെ റസൂല് നമ്മളോട് ദിക്ർ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ